ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാർബിൾ ബട്ടർ കേക്കാണ്. ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചെറു ചൂടുള്ള പാല് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ ചോക്ലേറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ച് 1 കപ്പ് മൈദ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 2 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഈ പൊടികൾ അരിച്ചെടുക്കുമ്പോൾ എല്ലാ പൊടികളും നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. 2-3 പ്രാവശ്യമായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പൊടികളും നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 മുട്ടയുടെ വെള്ളയും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലതുപോലെ പതപ്പിച്ചെടുക്കണം. നല്ല സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ നമുക്കിത് പതപ്പിച്ചെടുക്കണം. അങ്ങനെ നല്ല സ്റ്റിഫ് പീക്കായിട്ട് പതപ്പിച്ചെടുക്കുമ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടയുടെ വെള്ളം പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 50 ഗ്രാം എടുത്ത് അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് പറഞ്ഞത്, 1 കപ്പ്, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ വെച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ബട്ടറായിട്ട് നമ്മുടെ പഞ്ചസാരയുടെ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ക്രീമി ആവുന്ന വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഹാൻഡ് വിസ്ക് കൊണ്ടും ചെയ്യാം. പക്ഷേ ഹാൻഡ് വിസ്ക് കൊണ്ട് ചെയ്യുമ്പോൾ ഒത്തിരി സമയമെടുക്കും. ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ക്രീമാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നല്ല ഒരു ലൈറ്റ് ക്രീം കളർ പോലെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബട്ടറിൻ്റെ മിക്സ്. ഇനി അതിലേക്ക് 1 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബട്ടറും പഞ്ചസാരയും മുട്ടയുടെ മഞ്ഞയൊക്കെ കൂടി നന്നായിട്ട് യോജിച്ച് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2.5 ടേബിൾ സ്പൂൺ ഓയിലാണ്. വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമുക്കിതിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലതുപോലെ നമ്മുടെ ഓയിൽ ഇതിൽ മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് മാത്രമേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോകും കേട്ടോ. അതിനുശേഷം അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് 1/2 കപ്പ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള മൈദയുടെ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മൈദയുടെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1/2 കപ്പ് പാൽ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒത്തിരി നമ്മൾ ബീറ്റർ വെച്ചിട്ടൊന്നും ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ യോജിപ്പിച്ചെടുക്കാനേ പാടുള്ളൂ. കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ബാറ്റർ കട്ടയൊന്നും ഇല്ലാതെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ പതപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ബീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവറായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. അങ്ങനെ ഓവറായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ ആ ഒരു വെള്ള പതപ്പിച്ചെടുത്തൊക്കെ പോവും കേട്ടോ. അതുകൊണ്ട് പതിയെ മാത്രം നമ്മുടെ ബാറ്ററിലോട്ട് മുട്ടയുടെ വെള്ളയുടെ ആ പത യോജിപ്പിച്ചെടുക്കാനേ പാടുള്ളൂ. അങ്ങനെ നമ്മൾ മുട്ടവെള്ളം നന്നായിട്ട് ബാറ്ററിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സിലേക്ക് കുറച്ച് മാത്രം കേക്കിൻ്റെ ബാറ്റർ ഇട്ട് കൊടുക്കുക. ഒത്തിരി ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നമ്മുടെ കേക്കിൽ വേണമെന്നുണ്ടെങ്കിൽ 2 ബാറ്ററും പകുതിയാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചോക്ലേറ്റിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ബാറ്റർ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ 2 ബാറ്ററും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിലൊരു ബട്ടർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ വരുന്ന വിധത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം, ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു ലെയർ കേക്കിൻ്റെ ബാറ്റർ ഇട്ട് കൊടുത്തു, വാനില കേക്കിൻ്റെ ബാറ്റർ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിന് മുകളിൽ ഒരു ചെറിയ കള്ളി പോലെ ആയിട്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു ബാറ്റർ ഇട്ട് കൊടുത്തു. പിന്നെ അതിന് മുകളിലായിട്ട് വീണ്ടും വാനില കേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുഴുവനായിട്ടും കവർ ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു ഡിസൈൻ കിട്ടുന്നതിന് വേണ്ടി ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ബാറ്റർ നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്ത് ഒരു കള്ളി പോലെയായിട്ടാണ്
വരച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. മാർബിൾ കേക്കിന് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡിസൈൻ ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഓരോ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ബാറ്റർ അതുപോലെ വാനില ബാറ്റർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു മാർബിൾ കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടായിലെ സ്റ്റാൻഡിലോട്ട് നമ്മുടെ കേക്ക് ട്രേ ഇറക്കി വയ്ക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 35 തൊട്ട് 40 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനിടയിൽ നമ്മളിത് തുറന്നു നോക്കാനൊന്നും പാടില്ല, അപ്പോൾ നമ്മുടെ കേക്ക് കുഴിഞ്ഞു പോകും. അതുകൊണ്ട് 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ മൂടി ഓപ്പൺ ചെയ്തു. ഇനി അതിൻ്റെ ഉള്ളിൽ കുക്കായിട്ടില്ലേ എന്നറിയാൻ വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ച് എൻ്റെ കേക്കിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററൊന്നും പറ്റി പിടിച്ചിട്ടില്ല, നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം കേക്ക് ട്രേയിൽ നിന്ന് നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. കണ്ടില്ലേ, അടിഭാഗമൊന്നും കരിഞ്ഞു പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാർബിൾ ബട്ടർ കേക്കാണിത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. പിള്ളേർക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു കേക്ക്. കണ്ടില്ല, അതിനുള്ളിൽ നല്ലൊരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിന് മുമ്പ് ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.